ഡീറ്റെയിൽ ആയിട്ട് കാണാതെ ഈ ഒരു പ്രോഡക്റ്റ് ആരും പോയി വാങ്ങരുത്, മുട്ടം പണി കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ആ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത്തിലാക്കുന്നില്ല, സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക. കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണാതെ ഈ ഒരു പ്രോഡക്റ്റ് ആരും പോയി വാങ്ങരുത്, പണി കിട്ടും. ഒരു 5-6 പോയിന്റ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ റിസൾട്ടാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്, എത്ര വട്ടം യൂസ് ചെയ്യണം, എത്ര രൂപയാണ്, ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, ആർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക, ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഡിഗ്രി ടൈമിൽ പഠിക്കുമ്പോഴാണ് ഒരുപാട് പിമ്പിൾസ് വരുന്നത്. എൻ്റെ ഫേസിൽ, കവളിലും നെറ്റിയിലും താടിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പിമ്പിൾസ് വരുന്നു. അതിൻ്റെ റീസൺസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ ഒരു പിമ്പിൾസ് അപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായത് ലോക്ക്ഡൗൺ സമയത്താട്ടോ. അന്ന് ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കാണുന്നവർ ഫസ്റ്റിൽ ചോദിക്കുന്നത് സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് എന്തുകൊണ്ട് എൻ്റെ ഫേസിൽ ഇത്രയും പിമ്പിൾസ് വരുന്നു, അതായിരുന്നു ആദ്യമേ എന്നെ കാണുമ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ പഴുത്ത് പൊട്ടി ചോര വരുന്ന രീതിയിലുള്ള പിമ്പിൾസ് ആയിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പിമ്പിൾസ് ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ ഫേസിൽ ഭയങ്കര പിമ്പിൾസ് ആണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വേദന, ഇങ്ങനെ പാറ പോലെ ആയിരിക്കുക, ഒട്ടും പറ്റുന്നില്ല. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയണയിൽ പോലും അതിൻ്റെ ബ്ലഡും കാര്യങ്ങളും ഒക്കെ ആവുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നുള്ളൊരു സംഭവം വന്നു. ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പോവാനും വരാനും ഉള്ള ഒരു സംവിധാനങ്ങൾ കുറവായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ പോയി കാണിച്ചു കഴിഞ്ഞ് കൺസൾട്ടേഷൻ ഫീ ഒരു 300 രൂപയോ 400 രൂപയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രോഡക്റ്റിന്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് നമ്മളെ കൊണ്ട് ഒട്ടും പറ്റാത്ത രീതിയിലുള്ള പ്രോഡക്റ്റ് പൈസയായിരുന്നു. ആ സമയത്ത് ഓക്കെ, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അതായത് ഓരോ പ്രോഡക്റ്റ്, എനിക്കാണെങ്കിലും CTM പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും ആയിരുന്നു ആ സമയത്ത് പറഞ്ഞത്. നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് മരുന്ന് എഴുതി തരുന്നു, അത് നേരെ കൊണ്ടുപോയി മെഡിസിൻ മേടിക്കാനായിട്ട് കൊടുക്കുന്നു. പക്ഷേ അതെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് വന്നപ്പോൾ ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള റേറ്റ് ആയിരുന്നു. നമുക്ക് ആ ഒരു മാസം ഓക്കെ, പക്ഷെ ഇത് ആ ഒരു ഡേറ്റിന് ഇപ്പോൾ 27-ാം തീയതി പോയി കഴിഞ്ഞാൽ അടുത്ത മാസം 27-ാം തീയതി നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ പിന്നെയും പോകണം. ഈ ഒരു പ്രോഡക്റ്റ് തീർന്നാലും തീർന്നില്ലേ കാര്യം. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടിക്കാണും. അതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ അടുത്തൊരു പ്രോഡക്റ്റ് അവർ തരും. അങ്ങനെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് പോകാനായിട്ട് വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് പൈസയും കാര്യങ്ങളും ഒക്കെ ഒഴുക്കാത്തത് കൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയിരുന്നു. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആകെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഭയങ്കര വിയർഡായിപ്പോയി, അത്രയ്ക്കുണ്ടായിരുന്നു. എനിക്ക് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കാണാം. ആ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോ വരെ ഉണ്ട്. യൂസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ മാറി വരുമായിരുന്നു. പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിനേക്കാൾ കൂടി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ഹോം റെമഡീസ് ഒക്കെ ചെയ്തു. ഹോം റെമഡീസ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ കുറവുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആകുന്ന രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് തപ്പി കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഈ ഒരു പ്രോഡക്റ്റ്. എനിക്ക് 100% റിസൾട്ട് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അന്നും ഇന്നും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്, ട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം ആട്ടോ. ഇതിന്റെ പെർസെന്റേജ് വന്നിട്ട് 0.025% ആട്ടോ. ഈ ഒരു പ്രോഡക്റ്റിന്റെ റെഡും അവൈലബിൾ ആണ്, പല കളറും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ബ്ലൂ ആട്ടോ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇത് തന്നെ കറക്റ്റ് ആയിട്ട് നോക്കി നിങ്ങൾ വാങ്ങുക കേട്ടോ. ഇതിന്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ഇങ്ങനെ കേട്ടോ. നമ്മുടെ ഈ വെള്ളി കളറൊക്കെ ഉരുക്കുമ്പോൾ ഒരു ഗ്ലേസിങ് ഒക്കെ ഇല്ലേ, അതുപോലാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട്. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് റണ്ണി കൺസിസ്റ്റൻസി അല്ലാത്ത രീതിയിലുള്ള ഒരു
ഒരു ടെക്സ്ചർ ആട്ടോ ഇതിൻ്റെത്. ആദ്യമേ ഇതുപോലെ ഇങ്ങനെ ഇട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ സൺസ്ക്രീനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യില്ല, അതുപോലൊരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്ന. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയിക്കോളും. നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളിടത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മാക്സിമം സ്കിന്നിൽ മാത്രം, അതായത് നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ വിട്ടേക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിലുണ്ടായിട്ടുള്ള ആക്നീസും പിമ്പിൾസും ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ഗ്യാരണ്ടി. അതുകൂടാതെ തന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചറാണ് ഇത് മാറ്റും. നമ്മുടെ സ്കിന്നിലുണ്ടായിട്ടുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നന്നായിട്ട് കുറച്ച് നമ്മുടെ സൺടാനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ആദ്യം ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഒരു പീ സൈസ് മാത്രം, അതായത് ഒരു ജസ്റ്റ് ഒരു പൊട്ട് പോലെ മാത്രം ഈ ഒരു ക്രീം എടുക്കുക. അതിനുശേഷം നമുക്ക് എവിടേക്കാണ് പിമ്പിൾസ് ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റിലെ. അത് മാത്രമല്ല, നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അധികം എമൗണ്ട് എടുത്തിട്ട് വാരി പൊത്തരുത്. കാര്യം ഇതിന് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട്. എനിക്ക് ഫസ്റ്റിലെ ഞാൻ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വാരി തേച്ച് എനിക്ക് സൈഡ് എഫക്റ്റ് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷെ പേടിച്ച് ആരും യൂസ് ചെയ്യാതിരിക്കരുത്. അത്രയും അടിപൊളി പ്രോഡക്റ്റ് ആണ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ മോയ്സ്ചറൈസറും ഈ ഒരു ക്രീമും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തേക്കാം. അതും കുറച്ചുകൂടി എഫക്റ്റീവ് ആണ് കേട്ടോ. കണ്ടോ, ഇത് പതിയെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി വരും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇതുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സ്റ്റിക്കി ക്രീസി ഒക്കെ ആണ്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ അബ്സോർബ് ആയി പൊയ്ക്കോളും. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി എത്ര വട്ടമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരാഴ്ചയിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്ന് നമ്മുടെ സ്കിന്നിനെ അറിയിക്കുക. അതായത് നമ്മുടെ സ്കിന്നിൽ എന്ത് ഇട്ടാലും അത് സ്ലോലി ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് ആ ഒരു ക്രീമുമായിട്ട് പൊരുത്തപ്പെട്ടു പോകത്തുള്ളൂ. ഈ ഒരു ക്രീം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ഒരു വട്ടം മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ സ്കിന്നിൽ എന്തിട്ടാലും സ്ലോലി ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് തരുള്ളൂ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും. ഫസ്റ്റ് വീക്കിൽ ഒരു വട്ടം ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ വീക്കിൽ 2 ദിവസം ഇട്ട് കൊടുക്കുക. അതായത് വീക്കിലി 2 ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ വീക്കിൽ 3 വട്ടം, അതായത് 3 ദിവസം ഇട്ട് കൊടുക്കുക. അടുപ്പിച്ചിടാതെ ഇടവിട്ട് ഇടുക. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ ബേണിങ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എനിക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തിരുന്നു. കാര്യം എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അത്രയും പിമ്പിൾസ് ഉണ്ടായതുകൊണ്ട് മാത്രം, നമുക്ക് ഒട്ടും പറ്റാത്തപ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ സൈഡ് എഫക്റ്റ് വരുള്ളൂ കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത പക്ഷം അങ്ങനെ യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഇടവിട്ട് മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾ ഇത് ഡെയിലി ആക്കാനായിട്ട് നോക്കുക കേട്ടോ. ആ സ്കിൻ ടൈപ്പിനും ചേരുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാര്യം നോർമൽ സ്കിന്നിന് ഈ ഒരു ക്രീമിന്റെ ആവശ്യമേ ഇല്ല. കാര്യം അവരുടെ ഫേസിൽ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കും. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിലും അല്ലാന്നുണ്ടെങ്കിൽ ആക്നി പ്രോൺ അല്ലെങ്കിൽ കോമ്പിനേഷൻ അങ്ങനെയുള്ള സ്കിന്നിലായിരിക്കും കൂടുതലായിട്ട്, ഓയിലി സ്കിന്നിലായിരിക്കും കുറച്ചുകൂടി കൂടുതലായിട്ട് പിമ്പിൾസ് വരുന്നത്. അങ്ങനെയുള്ള സ്കിന്നിലാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അല്ല നിങ്ങളുടെ സ്കിന്നിൽ ലൈൻസോ റിങ്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ ഇത് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ഞാൻ ചെയ്തിട്ട് തുടച്ചൊന്നും കളഞ്ഞിട്ടില്ല. ഇത് കറക്റ്റായിട്ട് കുറച്ച് നേരം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തനിയെ അബ്സോർബ് ആയി പോയതാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആകും കേട്ടോ. നമ്മുടെ സ്കിന്നോട് ഇത് ചേരും. നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ക്രീം ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല കേട്ടോ. ഈ ഒരു ക്രീം പ്രഗ്നന്റ് ലേഡീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരോ ഈ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഈ ഒരു ക്രീം എന്നല്ല, ഒരു ക്രീമും അങ്ങനെയുള്ളവർ പരമാവധി യൂസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ലാസ്റ്റ് പറയാൻ വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ നമ്മുടെ സ്കിന്നിൽ ലാർജ് പോഴ്സസും സ്മാൾ പോഴ്സസും ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ ഒരു സംഭവം ഞാൻ കുറേ നാളായിട്ട് അറിയാതെ വെച്ചിരുന്ന ലാസ്റ്റ് അറിയൊരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് പറഞ്ഞത്.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് താഴെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയപ്പോൾ 180 രൂപയ്ക്കാട്ടോ ഞാൻ വാങ്ങിയിരുന്നത്. ഇപ്പൊ അതിന്റെ റേറ്റ് കുറയുകയോ കൂടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം, ഈ ഒരു ക്രീം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യരുത്. ജസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്രീമിന്റെ കാര്യം പറയും. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.